ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിനെ ഖാലിദ് ജമീൽ പരിശീലിപ്പിക്കും. ടീമിന്റെ മുഖ്യ പരിശീലകനായി ഖാലിദിനെ AIFF എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുത്തു. ഗീസ് പീറ്റർ നൽകും സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ. ഗീസ്, 13 വർഷത്തിന് ശേഷമാണ് ടീമിന് ഇന്ത്യൻ പരിശീലകനാകുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഖാലിദ് ജമീൽ പരിശീലനത്തിൽ എത്തുമെന്നല്ലേ? ശ്രുതി, തീർച്ചയായിട്ടും 13 വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ ദേശീയ ടീമിനെ മുഖ്യ പരിശീലകനായി ഒരു ഇന്ത്യൻ താരം അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ എത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ വിദേശി പരിശീലകരെ തഴഞ്ഞുകൊണ്ടാണ് ഇന്ത്യക്കാരന് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ താരത്തിന് ഈ സ്ഥാനത്തേക്ക് AIFF തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം തന്നെയാണ്. എന്തായാലും ദേശീയ ഫുട്ബോൾ ടീമിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇന്ത്യ 133 റാങ്കിലാണ് ഫിഫയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു വലിയ കുതിച്ചുചാട്ടം ഖാലിദിനെ കൊണ്ട് സാധിക്കുമോ, അല്ലെങ്കിൽ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു കഴിഞ്ഞു. മനോ മാർക്കസിന്റെ പിൻഗാമിയായി ഖലീൽ എത്തുമ്പോൾ ഏത് രീതിയിലുള്ള ടാക്ടിക്സുകൾ ഇനി ഇന്ത്യക്ക് കളിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നതൊക്കെ വലിയ ചർച്ചയാകുന്നുണ്ട്. ഒപ്പം തന്നെ 170 പേരടങ്ങുന്ന അപേക്ഷകരിൽ നിന്നാണ് ഖാലിദ് ജമീലിനെ ഇപ്പോൾ ഈ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത്. മുഴുവൻ സമയ പരിശീലകനായിട്ടാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തുതന്നെയായാലും ഈ ഒക്ടോബറിൽ 9-നാണ് ഇനി ഇന്ത്യയുടെ അടുത്ത ദേശീയ മത്സരം നടക്കുന്നത്. ആ മത്സരത്തിൽ ഏത് രീതിയിലുള്ള ടാക്ടിക്സുകൾ ഇന്ത്യ പുറത്തെടുക്കും, അത് എതിരാളിയെ എങ്ങനെ വീഴ്ത്താനാകും എന്നതൊക്കെയാണ് ഇനി ശ്രദ്ധേയമായിട്ട് വരിക. നിലവിൽ ജംഷഡ്പൂർ FC പരിശീലകനാണ് അദ്ദേഹം. ഒപ്പം തന്നെ 2016-17 I-ലീഗ് സീസണിൽ ഐസ്വാളിനെ നയിക്കുകയും ഐസ്വാളിനെ പരിശീലിപ്പിക്കുകയും ഒപ്പം തന്നെ ഐസ്വാളിന് കിരീട നേട്ടം നേടിക്കൊടുക്കുകയും ചെയ്തു എന്നതും അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. ശ്രുതി, ഓക്കെ, വ്യക്തമാണ്. ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായി ഖാലിദ് ജമീൽ വരുന്നു. വിവരങ്ങളാണ് ഗീസ് പീറ്റർ നൽകിയത്.